ഇന്ന് ജൂൺ 15, സമയം അർദ്ധരാത്രി 12 മണി. ഞാനിതേ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലാണുള്ളത്. ഒരു കൃഷ്ണചിത്രം വരച്ചു വെച്ചാൽ 10,000-ഉം 20,000-ഉം കിട്ടുന്ന ഉഗ്രൻ ജോലി. വരയ്ക്കുന്നത് ഒരു മുസ്ലിം യുവതിയാണെങ്കിൽ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവും ഉണ്ടാകും. നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഗോകുലം ഗോപാലനും അടക്കമുള്ളവർ പൊതുവേദികളിൽ കൃഷ്ണചിത്രം വാങ്ങുന്നതിന്റെ പോസ്റ്റുകളിട്ട് കച്ചവടത്തിന് വേഗവും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഫോളോവേഴ്സിനെയും കൂട്ടുക. ജസ്ന സലീം ചില്ലറക്കാരിയല്ല. കേരളത്തിൽ കൃഷ്ണഭക്തരോട് സ്വാധീനിക്കപ്പെടുന്നവർ ആരുമില്ലെന്ന് UP സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ജസ്ന സലീമിന് നന്നായി അറിയാം. വരയ്ക്കുന്നതെല്ലാം ഒരേ തരത്തിലുള്ള കൃഷ്ണചിത്രങ്ങൾ. മറ്റൊരു ചിത്രവും വരയ്ക്കാൻ അറിയില്ല. ശിവന്റെയോ അയ്യപ്പന്റെയോ അച്ചുകളില്ലാത്തതുകൊണ്ട് കൃഷ്ണനെ മാത്രം വരച്ചു മുന്നോട്ട് പോകുന്നു. ഇസ്ലാമിൽപ്പെട്ട ഒരു പെൺകുട്ടി കൃഷ്ണചിത്രം വരച്ചാലും ഗുരുവായൂരമ്പലനടയിൽ പോയാലും സുഡാപ്പികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈബർ ആക്രമണം പ്രതിരോധിക്കാൻ കേരളത്തിലെ ഹിന്ദു ഹൃദയ സാമ്രാട്ടുകൾ രംഗത്തിറങ്ങുമെന്ന് ജസ്നയ്ക്ക് നന്നായി അറിയാം. വീഡിയോ കണ്ടില്ലേ? നമ്മുടെ ജസ്ന കണ്ണന്റെ രാധ എന്ന് പറയണ ആളെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എനിക്കും തോന്നിയൊരു വിഷയമാണത്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എല്ലാ ചിത്രങ്ങളും വരയ്ക്കും. ഇതാകെ വരയ്ക്കുന്നത് ഈ കണ്ണന്റെ ചിത്രമാണ്. അത് തന്നെ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു നമ്പറാണ്. ഈ പറഞ്ഞ പോലെ അച്ച് മറ്റുള്ളതിനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് വരച്ചില്ല. കണ്ണന്റെ ദിവ്യശക്തി കൊണ്ട്, കണ്ണന് അവർക്ക് കൊടുത്ത ദിവ്യശക്തി കൊണ്ട് മാത്രമാണ് ഈ കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ പറ്റുന്നത് പറയുന്നത്. പക്ഷെ ഒരു കലാകാരനിക്ക് കണ്ണന്റെ ചിത്രം എന്നില്ല, എല്ലാ ചിത്രവും വരയ്ക്കാൻ പറ്റണം. പിന്നെ ഒരു ആർട്ടിസ്റ്റ് കണ്ണന്റെ ചിത്രം വരച്ചെന്ന് വിചാരിച്ചത് എന്താണ് ഇത്ര വലിയ പുതുമ? ഇത് ലോകത്തിലെ ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ പറ്റും. വരച്ചവർ ഇഷ്ടം പോലെ ഉണ്ട്. കലക്ക് ജാതി മതൊന്നുമില്ല. ഇവരേതോ ഓണങ്കറ മൂലയിൽ കിടക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ ചിത്രം വരച്ച മുസ്ലിങ്ങളാകെ പ്രതികരിക്കും എന്നുള്ളതാണ്. പിന്നെ ആരും പ്രതികരിച്ചിട്ടില്ല. ഇവരുടെ വീഡിയോക്ക് പിന്നെ ആരൊക്കെ വന്നിട്ട് ഇവര് തള്ളല് കണ്ടപ്പോൾ കമന്റ് ഇട്ട് അത് ഇവർക്കൊരു മറ്റൊരു വീഡിയോ ചെയ്യാനുള്ള റീച്ചായി. ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട്, പരിശുദ്ധമായ അമ്പലനടയിൽ പോയിട്ട് ഇവർ കാണിച്ച പണിയാണ് അവിടെ പോയി വഴക്കുണ്ടാക്കാൻ ചെന്നിരിക്കുന്നത്. ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എല്ലാ വിദ്വേഷവും വെറും മാറ്റി വെച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലണത്. ഇവർ ഈ വ്യക്തിനെ അവിടെ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണാവോ, അവരുടെ വരുന്ന അറിഞ്ഞാണാവോ. എന്നിട്ട് ഇവരവിടെ പോയിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഭക്തി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോവാം, നോക്കാട്ടോ. എനിക്കും ഒരു ആർട്ടിസ്റ്റ് ഇതാകെ വരയ്ക്കുന്നത് ഈ കണ്ണന്റെ ഈ പറഞ്ഞ പോലെ അച്ച് മറ്റുള്ളവരെ കിട്ടിയില്ല. കണ്ണന്റെ പക്ഷെ ഒരു കലാകാരനിലേക്ക് കണ്ണന്റെ ചിത്രമില്ല, എല്ലാ ചിത്രവും വരയ്ക്കാം. പിന്നെ ഒരു ആർട്ടിസ്റ്റ് കണ്ണന്റെ ചിത്രം വരച്ചിരുന്ന എന്താണ് പുതുമ? ഇത് ലോകത്തിലെ ആദ്യമായിട്ട് സംഭവമില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ പറ്റും. വരച്ചവർ ഇഷ്ടംപോലുണ്ട്. ഇവരേതോ ഓണങ്കറാമുള്ളിൽ എടുക്കുന്നത് പിന്നെ ആരും പ്രതികരിച്ചിട്ടില്ല. അവരുടെ വീഡിയോ ആരൊക്കെ വന്നിട്ട് വലിയ തള്ളല് കണ്ടപ്പോൾ അത് മറ്റൊരു വിദേശിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട്, പരിശുദ്ധമായ അമ്പലനടയിൽ പോയിട്ട് കാണിച്ച പണിയാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്. ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എല്ലാ വിശേഷവും ഇവര് ഈ വ്യക്തിനെ അവിടെ ഇവരവിടെ പോയിട്ട് വഴക്കുണ്ടാക്കി. ഒരു ഭക്തി ഉള്ളൊരു വ്യക്തി ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവന്റെ കയ്യില് ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു വിട്ടതിൽ നിങ്ങളൂടെ ഉൾപ്പെടുന്നുണ്ട്, അതെനിക്ക് നല്ലതിന്, സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത്.
ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? എന്തായാലും ഏറെക്കുറെ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായി കാണും. പക്ഷെ ഞാനൊരു കൃഷ്ണചിത്രം വരച്ചു, അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റ് മതസ്ഥരെ കൂട്ടുപിടിച്ചിട്ട് അവിടെ കടന്നുകൂടി പിന്നീട് അവിടെ കാണിച്ച് കൂട്ടിയ പോക്രിത്തരങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾക്ക് നിരക്കാത്തതായതുകൊണ്ട് അവരത് വിലക്കി. പക്ഷെ അതുകൊണ്ടൊന്നും താത്ത അടങ്ങിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വിഷുവിന് അവിടെ പോയിട്ട് കൃഷ്ണ വിഗ്രഹത്തിൽ പുറത്തിരിക്കുന്ന ഏതെങ്കിലും വിഗ്രഹമായിരിക്കും, അവിടെ പോയിട്ട് മാല ഇട്ടു. അതും ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ മാല. സാധാരണ അതിനെ അവഗണിക്കുന്ന പോലെ തരത്തിലാണ് അവരത് ചെയ്തത്. ഒരു പൂമാലയൊക്കെയാണ് സാധാരണ അമ്പലത്തിൽ പോയിട്ടിടുക. ഈ കൃഷ്ണനെ ഇത്രയധികം സ്നേഹിക്കുന്നൊരു വ്യക്തി എന്തുകൊണ്ട് ക്ഷേത്രാചാരങ്ങൾ പഠിച്ചില്ല? അത്രയും സ്നേഹിക്കുന്നൊരു വ്യക്തി ഓട്ടോമാറ്റിക്കലി അവരത് മനസ്സിലാക്കും അമ്പലത്തിൽ പോകുമ്പോൾ എന്തെല്ലാം പാലിക്കേണ്ടതുണ്ടെന്ന്. ഈ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുളിച്ച് ശുദ്ധമായിട്ട് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ വേണം പോകാനായിട്ട്. ക്ഷേത്ര മര്യാദകൾ പാലിക്കാതെ ചെയ്യുന്നത് ശരിയല്ല. അവിടെ ഇനിയിപ്പോൾ ഒരു ശുദ്ധി കലശം നടത്തേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് ഏകദേശം രൂപം മനസ്സിലായല്ലോ. അപ്പോൾ ഇവർ തമ്മിലടിപ്പിച്ച് അതുകൊണ്ട് കാശുണ്ടാക്കിയിരുന്നു. ഒരു 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളല്ലെങ്കിലും ഇവരുടെ കാര്യങ്ങളൊക്കെ അതിനേക്കാളും അപ്പുറമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അൻറ്റിൽ ദെൻ ബൈ.